ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परम ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇപ്പോൾ ഗുരുപൂർണിമയാണ്. ഇനി നാളെ ഗുരുപൂർണിമയാണ്. ഈ വർഷം ജൂലൈ 10-നാണ് ഗുരുപൂർണിമ വരുന്നത്. അപ്പോൾ അതിൽ ഈ ഏകദേശം ജൂലൈ മാസത്തിലാണ് എന്നും ഗുരുപൂർണിമ വരിക. അപ്പോൾ ആഷാഢ മാസത്തിലെ പൗർണമി നാളിലാണ് ഗുരു പൂർണിമയായിട്ട് വ്യാസ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ വ്യാസ മഹർഷി നമ്മുടെ ഭാരത സംസ്കാരത്തിന് തന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് വേദങ്ങളെ, 1,00,000-ലധികം മന്ത്രങ്ങളുള്ള വേദങ്ങളെ അത് എല്ലാം കൂടെ ഒരുമിച്ച് ഇരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്നില്ലായിരുന്നു ആ കാലത്ത്. അപ്പോൾ അതിനെ 4ആക്കി വിഭജിച്ചിട്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെ 4ആയിട്ട് തിരിച്ച് അത് മനുഷ്യരാശിക്ക് ഉപയോഗപ്പെടുന്ന വിധം ആക്കി തീർത്ത ആ ഒരു ഗുരു അല്ലെങ്കിൽ ഋഷിവര്യനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് വ്യാസ ജയന്തി ആഷാഢ മാസത്തിലെ പൗർണമി ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ വ്യാസ മഹർഷി തന്നെയാണ് മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളെ രചിച്ചത്. അപ്പോൾ നമുക്ക് 4 വേദങ്ങളുണ്ട്. ആ വേദങ്ങളെ മനസ്സിലാക്കാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ട് 1000-ൽ പരം ഉപനിഷത്തുക്കളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 108 ഉപനിഷത്തുക്കൾ. ആ 108 ഉപനിഷത്ത് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൽ 10 വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ഈശാവാസ്യ ഉപനിഷത്ത്, കഠോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത് തുടങ്ങിയ 10ഓളം ഉപനിഷത്തുക്കൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് മാത്രമെങ്കിലും പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ മാത്രമല്ല, ഇതൊക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഈ വേദങ്ങളെയൊക്കെ അതിൻ്റെ തത്വങ്ങളെയും ഒക്കെ കഥകളിലൂടെ പറഞ്ഞു തന്നാണ് പുരാണങ്ങൾ. അപ്പോൾ പുരാണങ്ങൾ നമുക്ക് 17 പുരാണങ്ങൾ രചിച്ചിട്ട് തൃപ്തി വരാത്തത് കൊണ്ട് വ്യാസമഹർഷി വീണ്ടും അവസാനം 18ാമത്തെ പുരാണമായ ഭാഗവത പുരാണം, ശ്രീമദ് ഭാഗവത പുരാണം, കൃഷ്ണകഥകൾ പറഞ്ഞുകൊണ്ട് രസിപ്പിച്ചുകൊണ്ട് ആ ശ്രീമദ് ഭാഗവതം എന്ന പുരാണവും കൂടെ രചിച്ചപ്പോൾ വ്യാസമഹർഷിക്ക് ഒരു വലിയ തൃപ്തി തോന്നി എന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഒരു വലിയ ഗ്രന്ഥശേഖരം തന്നെയുണ്ട്. നമുക്ക് അറിവിൻ്റെ നാടാണല്ലോ ഭാരതം. എന്ന് പറയുമ്പോൾ അറിവിൽ പ്രകാശിക്കുന്ന, അറിവിൽ രതിയുള്ള രതിയുള്ള അറിവിൽ രമിക്കുന്ന അല്ലെങ്കിൽ അറിവിൽ രതിയുള്ളവരുടെ നാടാണ്. അപ്പോൾ ഭാരതം അറിവിൻ്റെ നാടാണ്. ഭാരതത്തിൻ്റെ ആ അറിവിൻ്റെ ശേഖരമാണ് നമ്മളെ വേദങ്ങളിലൂടെയൊക്കെ നമുക്ക് ഗുരുക്കന്മാർ തന്നിരിക്കുന്ന ആ ഒരു അറിവ്. അപ്പോൾ ഗുരുക്കന്മാരെ പ്രണമിക്കാം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി ഈ നമ്മൾ എല്ലാ ഗുരുക്കന്മാരെയും നമിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു നമ്മളെല്ലാ ഗുരുക്കന്മാരെയും നമിക്കുന്ന ഒരു രീതിയാണ് എപ്പോഴും സ്വീകരിക്കേണ്ടത്. കാരണം ഗുരുവാണ് വഴികാട്ടി എന്ന് പറയും. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഭഗവത്ഗീത ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വ്യാസമഹർഷി രചിച്ച ഇതിഹാസം മഹാഭാരതം, 1,00,000-ൽ പരം ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ ഇരിക്കുന്ന ഒരു ഭാഗമാണ് അത്. പിന്നെ ശ്രീകൃഷ്ണനും അർജുനനും കൂടെയുള്ള ഒരു സംവാദ രൂപത്തിലാണ് അതുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വഴികാട്ടാനാണ് ഇത്തരം സംവാദങ്ങളും ഇത്തരം ഉപദേശങ്ങളും, ഗീതോപദേശം, കൃഷ്ണോപദേശം എന്നൊക്കെ പറയാം ഭഗവത്ഗീതയെ. അപ്പോൾ ഇതിൽ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ ശാസ്ത്രമാണെന്ന് പറയാം. അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു വ്യക്തിയെ വളരെ നല്ല രീതിയിൽ ഉയർത്തുന്നതിന് ഉള്ള നിർദ്ദേശങ്ങളാണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനസ്സിൻ്റെ ആ ഒരു വൈകല്യമാണ്. അതായത് മനസ്സെന്ന് പറയുന്നത് വളരെ താഴ്ന്ന രീതിയിൽ നിൽക്കുന്നു, മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല,
മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, കുറുക്ക് വഴികളിലൂടെ പലതും നേടാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ മനസ്സിൻ്റെ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നല്ല ചിന്തകൾ, സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധത ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാനും തോന്നില്ല. അപ്പോൾ ഇവിടെ വ്യാസമഹർഷി എന്ന മഹാഗുരു നമുക്ക് തന്ന ആ ഒരു അറിവിൻ്റെ ആ ഒരു വെളിച്ചം. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഗു പ്ലസ് രു എന്നാണ്. ഗു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ആ വായ തന്നെ ഒരു ഗുഹ പോലെയാണ് വരിക. അപ്പോൾ ഗുഹയ്ക്കകത്ത് ഇരുട്ടാണല്ലോ, ആ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന എന്ന് പറയുമ്പോൾ പ്രകാശം. അപ്പോൾ ആ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു മഹാഗുരു ആണ്. അപ്പോൾ ആരാണോ ഇരുട്ടിനെ ഇല്ലാതെയാക്കണം, ആരാണോ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന, അയാളാണ് ഗുരു. അപ്പോൾ വ്യാസ ഭഗവാൻ മഹാഗുരു തന്നെയാണ്. കാരണം വേദങ്ങളെയൊക്കെ നാലായിട്ട് വ്യസിച്ച് രാശിക്ക് വഴി കാണിച്ച ആ ഒരു ത്യാഗപൂർണമായ സേവനത്തെ മാനിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. ആഷാഢമാസത്തിലെ പൗർണമി ദിവസം, അതാണ് ഏകദേശം ജൂലൈ മാസത്തിലാണ് അത് വരിക. അപ്പോൾ ആഷാഢമാസം എന്ന് പറയുന്ന മിഥുനം പകുതി മുതൽ കർക്കിടകം പകുതി വരെയുള്ള സമയമാണ് ആഷാഢമാസം. അതിൽ പൗർണമി നാൾ ഏകദേശം എല്ലാ വർഷവും അത് ജൂലൈയിൽ തന്നെയാണ് വരിക. അപ്പോൾ ആ വെളുത്ത വാവ് ദിവസമാണ് ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാരതീയരും സ്വന്തം ഗുരു പരമ്പരയെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഈ ദിവസം. വന്ദേ ഗുരു പരമ്പര സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. അപ്പോൾ ഒരു ഗുരു പരമ്പരയെ നമുക്കും ബഹുമാനിക്കാം, ആദരിക്കാം, പ്രണമിക്കാം. അപ്പോൾ സദാശിവസമാരംഭം എന്നാണ്. അപ്പോൾ ആദിഗുരുവായ ശിവനിൽ തുടങ്ങി ശങ്കരാചാര്യ മധ്യമം, അതിൽ പകുതിയിലെത്തുമ്പോൾ ശങ്കരാചാര്യർ വഴി കാണിച്ച ആ ഒരു മാർഗങ്ങളുണ്ട്. പിന്നെ അസ്മദാചാര്യ പര്യന്തം എൻ്റെ ഗുരു, ആ ഗുരുവിനെയും പ്രണമിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഗുരുവിനോടുള്ള നമ്മുടെ ഭക്തി കാണിക്കുന്നതാണ് ഈ മന്ത്രം. അതായത് ഗുരു സ്തോത്രം എന്നോ ഗുരു വന്ദന മന്ത്രം എന്നോ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. ആ ഒരു ഗുരു പരമ്പരയെ നമ്മൾ വന്ദിക്കുന്ന ഒരു രീതി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടില്ല ഈ ഒരു സമൂഹത്തിൽ. അപ്പോൾ ഇന്നത്തെ സമൂഹം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആദരവ്, ബഹുമാനം അത് നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മളെ അച്ഛനും അമ്മയും നമ്മുടെ ഗുരുക്കന്മാരാണ്. അവിടെ പോലെ ആദരവില്ല. അതല്ലേ ഈ ലോകം എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മൾ കാണുന്നു. ഈ ലോകത്തിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാനാണ് ഗുരുക്കന്മാർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ വേദവ്യാസനെ കൃഷ്ണദ്വൈപായൻ എന്ന് പറയുന്നുണ്ട്, ബാദരായണൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഋഷിയാണ്, പ്രവാചകനാണ്, ജീവൻ മുക്തനായിട്ട് ഈ ലോകത്തിൽ നമുക്ക് വഴികാട്ടിയ ഗുരുവിനെ പ്രണമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകളും നേരുന്നു. ജൂലൈ 10 ഇപ്രാവശ്യം വ്യാഴാഴ്ചയാണ് വരുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 36ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഈ ഒരു ഭഗവത്ഗീത പോലും നമുക്ക് വിശിഷ്ടമായ ഗ്രന്ഥം നമുക്ക് തന്ന ആ മഹാഗുരുവിനെ വേദവ്യാസ മഹർഷിയെ നമിച്ചുകൊണ്ട് അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമാ സർവം ജ്ഞാനപ്ലവേനൈവ വ്യജനം സന്തരിഷ്യസി പറയുന്നു. ഇവിടെ എല്ലാ ദൗർബല്യങ്ങളെയും മാറ്റി വയ്ക്കാം, അല്ലാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നും, എല്ലാ പാപികളിൽ വെച്ചും വലിയ പാപിയാണെങ്കിൽ, അതാണ് സർവേഭ്യ പാപേഭ്യ എന്ന് പറയുമ്പോൾ അവിടെ ഭ്യ എന്ന് പറയുന്നത് ആ ഒരു പ്ലൂറലാണ് കാണിക്കുന്നത്. സർവേഭ്യ എല്ലാത്തിലും, പാപേഭ്യ പാപികളിൽ വെച്ച്, പാപകൃത്തമായ ഏറ്റവും വലിയ പാപി ആണെങ്കിലും, അസി ചെയ്ത് അഭി ചെയ്ത് ഇഫ് എന്നുള്ള എങ്കിൽ, അസി ചെയ്ത് അഭി എന്ന് പറയുമ്പോൾ ആണെങ്കിൽ പോലും, സർവം വൃജിനം എല്ലാ പാപങ്ങളെയും എല്ലാ പാപസമുദ്രങ്ങളെയും ജ്ഞാനപ്ലവേന ഏവ ജ്ഞാനം ആകുന്ന
പ്ലവേന, പ്ലവം എന്ന് പറയുമ്പോൾ തോണി എന്നാണ് പറയുക. ജ്ഞാനപ്ലവേനൈവ, ജ്ഞാനമാകുന്ന തോണി കൊണ്ട് സന്തരിഷ്യസി, നീ തരണം ചെയ്യും. അപ്പോൾ വേദവ്യാസൻ എന്ന മഹാഗുരു നമുക്ക് കൃഷ്ണനിലൂടെ പറഞ്ഞു തരുന്നത് വലിയൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ സാധാരണ ലോകത്തിൽ ഈ ലോകം എന്ന് പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ എപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാധാരണക്കാരായവർ അപ്പോൾ പറയും, ഞാൻ ഒരുപാട് പാപിയാണ്, എനിക്ക് അങ്ങനെ ഒരുപാട് ആ ഒരു ധാരണകളൊക്കെ മനസ്സിലുണ്ടാകുമ്പോൾ ഈ പാപമാകുന്ന ഈ സമുദ്രത്തെ, ഏറ്റവും വലിയ പാപിയാണെങ്കിലും ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ, സർവ്വപാപങ്ങളെയും അല്ലെങ്കിൽ പാപസമുദ്രത്തെ തരണം ചെയ്യാൻ വേണ്ട തോണി എന്ന് പറയുന്ന ജ്ഞാനമാണ്, അറിവാകുന്ന തോണി. അപ്പോൾ നമ്മുടെ വേദങ്ങളെല്ലാം അറിവിൽ അല്ലെങ്കിൽ ജ്ഞാനത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് നമുക്കിതിനെ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ നമ്മൾ പാപങ്ങളെ നോക്കുന്ന മതമല്ല ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു മതങ്ങൾ പാപികളെ എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തെറ്റുകൾ വരുന്നത് അതിനോട് സഹിഷ്ണുത പുലർത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ ഹിന്ദു മതഗ്രന്ഥങ്ങളിലുള്ളത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് സത്യമാണ് എന്നും ആ സത്യം എന്ന് പറയുന്ന ആ ദിവ്യത്വം, ദൈവം ഒരു ഭാവമാണ് ഭഗവാനുള്ളത്, അത് എല്ലായിടത്തും ഉണ്ട് എന്നും അത് സത്യം എന്ന രീതിയിലാണ്, സത്യത്തിൻ്റെ രീതിയിലാണ് നമുക്കത് ദർശിക്കാൻ കഴിയുന്നതെന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു സത്യം ആണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ സത്യം എന്ന പൂർണ്ണതയെ നമ്മൾ നേരിടാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രയത്നമാണ്. അപ്പോൾ പ്രയത്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനിൽ എത്താൻ കഴിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ്, ആധ്യാത്മിക ഗ്രന്ഥം തന്നെയാണ് ഗീത. കാരണം നമ്മളെ ഏറ്റവും വലിയ പാപിയാണെങ്കിലും പോലും നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ ഒരിടത്തും പാപിയായ നീ നരകത്തിൽ പതിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ എത്ര വലിയ പാപിയാണെങ്കിലും ആ അറിവ് ജ്ഞാനത്തിലൂടെ, ആ ജ്ഞാനമാകുന്ന തോണിയിലൂടെ ഈ സംസാര സാഗരം, ഈ പാപമാകുന്ന സമുദ്രത്തെ തരണം ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ അപൂർണതയുടെയും അക്കരെ ചെന്നെത്താം. അപ്പോൾ നമ്മളെല്ലാം അപൂർണതയിലിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണത എന്ന് പറയുന്ന ഭഗവാൻ പൂർണ്ണനാണ്, സത്യസ്വരൂപനാണ്. ആ പൂർണ്ണനായ ഭഗവാനെ അറിയണമെങ്കിൽ അപൂർണതയായിട്ടുള്ള ഈ സംസാര സാഗരത്തിൽ പോലും നമുക്ക് കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജ്ഞാനമാകുന്ന തോണിയാണ് അതിന് വേണ്ടത്. അപ്പോൾ ജ്ഞാനമാകുന്ന തോണിയിലൂടെ ഈ സംസാര സാഗരത്തെ, പാപമാകുന്ന സമുദ്രത്തെ തരണം ചെയ്യാൻ കഴിയും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനുഷ്യ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളൊക്കെ എന്തൊരു ചെറിയ പ്രശ്നം വന്നാലും മനുഷ്യ അവകാശ കമ്മീഷൻ എന്നൊക്കെ പറയില്ല. അപ്പം മനുഷ്യന് കുറേ അവകാശങ്ങളുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരു അവകാശമുണ്ട്, നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെ തന്നെ ഒരു അവകാശമുണ്ട്. അപ്പോൾ ആ മനുഷ്യ അവകാശത്തെക്കുറിച്ചുള്ള ഒരു പത്രിക തന്നെയാണ് ഭഗവത്ഗീത എന്ന് ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നു. അപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ എന്ന മഹാഗുരുവിനെയും പ്രണമിക്കുന്നു. സ്വാമികളുടെ ബുക്ക് തന്നെയാണ് ഞാൻ ഈ ഗീത എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാമികളുടെ ആ ഒരു എൻ്റെ കുട്ടിക്കാലത്തും എനിക്ക് സ്വാമികളുടെ ഗീത പ്രഭാഷണം കേൾക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. 1982-85 അപ്പോൾ ആ ഒരു അനുഭവം തീർച്ചയായിട്ടും എന്നെ ഇതിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു ചെറിയ ഒരു പ്രചോദനം തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഗുരുവിൻ്റെ ആ ഒരു ഗുരുവോര അനുഗ്രഹം എന്ന് പറയും.
ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു നമ്മളെ നേരിട്ട് ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ആ ചിന്മയാനന്ദ സ്വാമികൾ അന്ന് പാലക്കാട് ലയൺസ് സ്കൂളിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ ഞാൻ നിലത്തിരുന്ന് കേൾക്കുകയായിരുന്നു. മണ്ണിലാണ് ഇരിക്കുന്നത്, മണലുള്ള ഗ്രൗണ്ടാണ്, നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ അന്ന് ഞാൻ BSc കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പഠിക്കുന്ന BSc കെമിസ്ട്രിയിൽ എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ സ്വാമി പിന്നെ ആ ഒരു വേദാന്തത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നത് കണ്ട് ഇങ്ങനെ പിന്നെന്താ പറയുക, ആശ്ചര്യത്തോടു കൂടി നിന്ന ഒരു അനുഭവം എനിക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ആറ്റം, മോളിക്യൂൾ, തന്മാത്ര എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതെല്ലാം ഒരു വേദാന്തത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സ്വാമിയുടെ ഒരു എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഗംഭീരമാണ്. ഏത് കാര്യത്തെക്കുറിച്ചും വളരെ നന്നായിട്ട് പറയും, അത് നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ ആ ഗുരുവിനെ പ്രണമിക്കുന്നു, എല്ലാ ഗുരുക്കന്മാരെയും പ്രണമിക്കുന്നു. ഗുരുഭ്യോ നമ. ഈ ഒരു ഗുരുപൂർണിമ അവസരത്തിൽ, ഗുരുപൂർണിമ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ വഴികാട്ടികളായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും പ്രണമിക്കുന്നു. ഗുരുഭ്യോ നമ. അപ്പം ഇവിടെ ജീവാത്മാവും പരമാത്മാവും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് എന്നും ആ ജീവാത്മഭാവത്തിൽ നിന്ന് പരമാത്മഭാവത്തിലേക്ക് യഥാർത്ഥ ജ്ഞാനത്തിലൂടെ എത്താൻ കഴിയും, ജ്ഞാനം നേടുന്നതിലൂടെ എത്താൻ കഴിയുമെന്നാണ് ഗീതയും നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ സ്വസ്വരൂപം എന്ന് പറയുന്നത് പരമാത്മഭാവമാണ് ഓരോരുത്തരുടെയും. എന്നാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഷമത്തിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെയാണ്, അതാണ് ജീവാത്മഭാവം. അപ്പോൾ ഈ ജീവാത്മഭാവം വിട്ടിട്ട് പരമാത്മഭാവത്തിലേക്ക് എത്തണമെങ്കിൽ സ്വസ്വരൂപം, അതായത് ജ്ഞാനമാണ് സ്വസ്വരൂപം. ആ ജ്ഞാനം എന്ന് പറയുന്ന അവിടെ പാപമില്ല, ദുഃഖങ്ങളില്ല. അങ്ങനെ ആ ഒരു പാപമില്ലാത്ത, ദുഃഖമില്ലാത്ത ആ ഒരു തലത്തിലേക്ക് എത്താൻ ഈ ദുരിതപൂർണമായിട്ടുള്ള ഈ സമുദ്രം, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ സർവം ഋജിനം, സർവ പാപങ്ങളെയും പാപസമുദ്രം, പാപമാകുന്ന സമുദ്രം, അതിനെ ജ്ഞാനപ്ലവേന ഏവ, ജ്ഞാനമാകുന്ന തോണി കൊണ്ട്. അപ്പോൾ തോണി എന്ന് പറയുന്നത് ഇവിടെ അറിവാണ്. അറിവുള്ളവന് മാത്രമേ ദുഃഖത്തെ തരണം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത ആൾ എന്നും അജ്ഞാനത്തിലിരിക്കും. ഇതെന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത് അങ്ങനെ. അപ്പോൾ അറിവുള്ളവൻ അതിന് പരിഹാരങ്ങൾ അവന് കിട്ടും. അതാണ് നമ്മുടെ ആ ഒരു ശാസ്ത്രങ്ങളിലുള്ള അറിവ്, അല്ലാതെ നമ്മൾ മെറ്റീരിയൽ നോളജ് അല്ല കേട്ടോ. അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നു, ജ്ഞാനമാകുന്ന തോണി കൊണ്ട് നിനക്ക് ആ പാപത്തിൻ്റെ അക്കരെ പറ്റാം. അപ്പോൾ ഈ പാപം ജീവാത്മഭാവം വിടുമ്പോൾ മാത്രമേ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ പരമാത്മ ഐക്യത്തെക്കുറിച്ചാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഓരോ ജീവാത്മാവിനും ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുമെന്നും ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശമെന്നും. അപ്പോൾ അതിലൂടെ മാനവരാശിക്ക് തന്നെ നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മൾ തന്നെ പൂർണ്ണതയിലേക്ക് എത്തുകയും നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് കഴിയും. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ സംസാരമാകുന്ന ഈ ദുരിതത്തിൻ്റെ ആ സമുദ്രത്തെ, അതിൻ്റെ മറുകരയിലെത്താൻ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും കഴിയും എന്ന് പറഞ്ഞു തരുന്ന ആ ഒരു ഗീതയുടെ ആ ഒരു വലിയ സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഗീതയുടെ മഹത്വം. അവിടെയാണ് നമ്മൾ വ്യാസഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു മഹാഗുരുവിനെയും നമ്മൾ പ്രണമിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു വഴി, അർജുനന് കൊടുത്ത ആ ഒരു ഉപദേശം തന്നെയാണ് ഏറ്റവും വലിയ ഉപദേശം. ഈ ഒരു ശ്ലോകം വളരെ നല്ലതാണ്. കാരണം നമ്മളെ ഇന്നത്തെ ഈ ലോകത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് അനുഭവിക്കുമ്പോൾ ഞാനിങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ താഴ്ന്ന ലെവലിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു ഡിപ്രഷൻ്റെ ആവശ്യമില്ല എന്നും നമുക്ക് ഉയരാൻ കഴിയും എന്നും ഗീത വഴികാട്ടുന്നു. ഗീതയിലൂടെ ഒരുപാട് തത്വങ്ങൾ നമുക്ക് തന്ന മഹാഗുരുവിന് വേദവ്യാസ മഹർഷിയെ പ്രണമിക്കാം. എല്ലാവർക്കും ഗുരു പൂർണിമ ആശംസകൾ നേരുന്നു.
ഈ ഒരു ശ്ലോകം മഹാഗുരുവായ വേദവ്യാസ മഹർഷിക്കും മറ്റെല്ലാ ഗുരുജനങ്ങൾക്കും സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. ഹരേ കൃഷ്ണ. ഓം തത്സത്. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓം തത്സത്.